ഈ വാർത്തയുമായി ബന്ധപ്പെട്ട തുടർ വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. റെയിൽവേ സ്റ്റേഷനിലെ തീപിടുത്തത്തിൽ പ്രാഥമിക അന്വേഷണം ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് റെയിൽവേ എന്നതൊരു തരത്തിലുള്ള ഒരു വാർത്തയാണ് ലഭിക്കുന്നത്. പാർക്ക് ചെയ്ത ഒരു ഇരുചക്ര വാഹനത്തിൽ നിന്ന് മറ്റു വാഹനങ്ങളിലേക്ക് തീ പിടിച്ചതാകാമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. തീപിടുത്തത്തിന്റെ കാരണം എന്താണ് എന്നാൽ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അപകടമുണ്ടായപ്പോൾ തന്നെ ആളപായം ഒഴിവാക്കാൻ നടപടി സ്വീകരിച്ചതടക്കമുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. എന്തായാലും റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള പ്രാഥമിക അന്വേഷണം പൂർത്തിയായിരിക്കുകയാണ്. പാർക്കിംഗ് സെന്ററിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ഇരുചക്ര വാഹനത്തിൽ നിന്നാണ് മറ്റു വാഹനങ്ങളിലേക്ക് തീ പിടിച്ചതാകാമെന്ന സംശയത്തിൽ തന്നെയാണ് റെയിൽവേ ഉള്ളത്. തീപിടുത്തത്തിന്റെ കാരണം എന്താണ് എന്നതിൽ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. എന്താണ് കാരണമെന്നത് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് റെയിൽവേ അധികൃതർ അറിയിക്കുന്നത്. അപകടമുണ്ടായപ്പോൾ തന്നെ ആളപായം ഒഴിവാക്കാൻ നടപടി സ്വീകരിച്ചതെന്നും റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം റെയിൽവേയുടെ ഭാഗത്തുനിന്ന് പൂർത്തിയായിരിക്കുകയാണ്. റെയിൽവേയുടെ അന്വേഷണം പൂർത്തിയാകുമ്പോഴും തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം. പാർക്ക് ചെയ്തിരുന്ന ഒരു ഇരുചക്ര വാഹനത്തിൽ നിന്നാണ് ഇത്തരത്തിൽ മറ്റു വാഹനങ്ങളിലേക്ക് തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. 100ഓളം ബൈക്കുകൾ കത്തി നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് കടന്നതെന്നാണ് റെയിൽവേ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ തീപിടുത്തം എങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിശദീകരണം. എന്തായാലും അപകടം ഉണ്ടായപ്പോൾ തന്നെ ആളപായം ഒഴിവാക്കാനുള്ള നടപടികളടക്കം റെയിൽവേയുടെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിരുന്നു എന്നതടക്കമുള്ള വിശദീകരണം റെയിൽവേ നൽകുന്നുണ്ട്. എന്നാലും റെയിൽവേയുടെ പ്രാഥമിക അന്വേഷണം ഈ ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ട് പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ ഇനി അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഈ ഒരു തീപിടുത്തത്തിന്റെ പ്രഭവ കേന്ദ്രം എവിടെ നിന്നാണ് എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ തുടർ ദിവസങ്ങളിലടക്കം നടക്കും. എന്തായാലും ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായ അന്വേഷണം പൂർത്തിയായിരിക്കുകയാണ്. ഒരു വാഹനത്തിൽ ഉണ്ടായ തീപിടുത്തമാണ് മറ്റ് വാഹനങ്ങളിലേക്ക് പടർന്ന് അതൊരു മറ്റൊരു വലിയൊരു തീപിടുത്തത്തിലേക്ക് നയിക്കാനിടയായ സാഹചര്യം. ആ പാർക്കിംഗ് ഷെഡ് പൂർണ്ണമായും കത്തി നശിച്ച സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും റെയിൽവേയുടെ അന്വേഷണം പൂർത്തിയായിരിക്കുകയാണ്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്.